എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിൽ ആ ഒരു പുതിയ അപേക്ഷ നൽകാനും അതുപോലെ അപേക്ഷയിൽ ഏതൊരു വിവരങ്ങളും അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉൾപ്പെടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുമുള്ള അവസരം ജൂൺ 10-ാം തീയതി വൈകിട്ട് 5 മണി വരെ നീട്ടി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാല ഡയറക്ടർ ഓഫ് അഡ്മിഷൻസ് വിഭാഗം ഇറക്കിയ പത്രക്കുറിപ്പാണിത്. അതായത് 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ തീയതി 10/6/2024 വൈകിട്ട് 5 മണി വരെ നീട്ടിയിരിക്കുന്നു. അതുപോലെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.admission.uoc.ac.in എന്ന വെബ്സൈറ്റാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ലഭിക്കുന്നതോടെ മാത്രമേ വിദ്യാർത്ഥികളുടെ അപേക്ഷാ സമർപ്പണം പൂർണ്ണമാവുള്ളൂ. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച് പ്രിൻ്റ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം സ്റ്റുഡൻറ്റ് ലോഗിനിൽ തന്നെ ലഭ്യമായിരിക്കും. അതുപോലെ എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് നിർബന്ധമായിട്ടും ലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ അപ്ലൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഇവിടെ ആയിട്ട് ജസ്റ്റ് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് വേണമെങ്കിൽ കേൾക്കാവുന്നതാണ്. അതുപോലെ എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്ക്രീൻഷോട്ട് സഹിതമുള്ള ട്യൂട്ടോറിയലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചുള്ളതും എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് സൈൻ അപ്പ് എന്നുള്ളൊരു ഓപ്ഷനും അതുപോലെ തന്നെ ഇവിടെ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നൽകിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അല്ല ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്പ് ഐഡിയും അതുപോലെ സെക്യൂരിറ്റി കീയും നൽകിയിട്ടാണ് വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരിക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അതായത് അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റ് വരുത്താവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെക്യൂരിറ്റി കോഡ് ചോദിക്കും, അത് സെക്യൂരിറ്റി കീ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു സെക്യൂരിറ്റി കീയാണ് നൽകേണ്ടത്. അത് നൽകിയിട്ട് നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയിൽ എഡിറ്റൊക്കെ ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയുടെ പുതിയ അപേക്ഷയുടെ നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അതായത് ഈ ഒരു അപേക്ഷയുടെ അവസാന തീയതി അത് നാളെ വൈകുന്നേരം 5 മണി വരെ അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള എഡിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. ഇനി ഒരു കോളേജ് ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫീസ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അതായത് ഓരോ കോളേജിലും നിങ്ങൾക്ക് എത്രത്തോളം രൂപയാണ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ അതുപോലെ എയ്ഡഡ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസായിട്ട് വരിക എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ആ ഒരു ഫീസ് സ്ട്രക്ചർ എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കോഴ്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് കോഴ്സസ് എന്നുള്ളത് FY UGP 4 ഇയർ UG പ്രോഗ്രാംസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് കോഴ്സിൻ്റെ ആ ഒരു കോളേജാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ ഒരു കോഴ്സ് ഏതാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇത്രയും ഡിസ്ട്രിക്ട്സ് ആണുള്ളത്. അതായത് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് എന്നിവിടങ്ങളിലായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള വിവിധ കോളേജുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അതായത് ഏതൊക്കെ കോളേജുകൾ അതുപോലെ അവിടെ എത്ര സീറ്റ് ഉണ്ട്, അത് എയ്ഡഡ് ആണോ, സെൽഫ് ഫിനാൻസ് കോളേജസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കോളേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓരോ കോളേജിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ആ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് ആണോ, അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അവിടെ എത്ര വീതം സീറ്റാണുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങൾ നാളെ വൈകുന്നേരം 5 മണി വരെ ചെയ്യാൻ സാധിക്കും. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷകളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു admission.uoc.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.